സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വിഴിഞ്ഞത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വിഴിഞ്ഞത്തെ പറ്റിയുള്ള വീഡിയോകൾക്ക് പുറമെ യാത്രാ വീഡിയോകളും ഞാൻ ചെയ്യാറുണ്ട്. ആ വീഡിയോകൾ കൂടി എല്ലാവരും കാണണം. അതിനായി എല്ലാവരും ചാനൽ സന്ദർശിക്കണം. ലഡാക്കിൻ്റെയും യൂറോപ്യൻ യാത്രകളുടെയും വീഡിയോകൾ ഞാൻ ഇതിനു മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഊട്ടി യാത്രയുടെ വീഡിയോകൾ ഇനി വരുന്നുമുണ്ട്. ആ വീഡിയോകളെല്ലാം എല്ലാവരും കാണണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ചെയ്യണം. മുൻപ് കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ ഞാൻ വിഴിഞ്ഞത്ത് കണ്ടു എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതാണ് ആ കാഴ്ചകൾ. സ്പീഡ് ബോട്ടുകൾ കോവളത്തു നിന്നും ടൂറിസ്റ്റുകളെയും കൊണ്ട് വരുന്നതാണ്. സ്പീഡ് ബോട്ടുകൾ കോവളത്തു നിന്നും വിഴിഞ്ഞത്തേക്ക് വരുന്ന വഴിയിലാണ് കോവളം ലൈറ്റ് ഹൗസ്. ആ ബോട്ട് ഇപ്പോൾ ലൈറ്റ് ഹൗസിന് മുന്നിലായിട്ടായിരിക്കും നിർത്തിയിരിക്കുന്നത്. ലൈറ്റ് ഹൗസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വിവരിച്ചു കൊടുക്കുകയായിരിക്കും. കോവളത്ത് 2 ബീച്ചുകളുണ്ട്, കോവളം ബീച്ചും കോവളം ഹവാ ബീച്ചും. ബോട്ട് ഒന്ന് വട്ടം ചുറ്റി. വീണ്ടും യാത്ര തിരിച്ചു. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ MSC മനാസ എഫ് എന്നൊരു ഫീഡർ ഷിപ്പ് പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇന്നെന്തായാലും കപ്പലിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, MSCയുടെ കപ്പലുകൾ മാത്രമേ ഉള്ളൂ എന്ന് പലരും ചോദിക്കുന്നു. 2, കാലാവസ്ഥ മൂടിക്കെട്ടിയതായതുകൊണ്ട് കപ്പലിൻ്റെ ദൃശ്യം നിഴൽ പോലെ പോലും കാണാൻ പറ്റുന്നില്ല. വിഴിഞ്ഞത്ത് വന്ന ആദ്യത്തെ കപ്പലായ സാൻ ഫെർണാണ്ടോ മെർസ്കിൻ്റേതായിരുന്നു. അതിനുശേഷം വന്ന AS സിസിലിയ, മാരിൻ അസൂർ, എക്സ്പ്രസ് കാവേരി തുടങ്ങിയ കപ്പലുകൾ MSCയുടേതല്ല. ആ കപ്പലുകളിൽ പലതും ഇപ്പോഴും വന്നു പോകുന്നുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു വമ്പൻ കപ്പൽ കൂടി വിഴിഞ്ഞത്ത് വരികയാണ്. ആ കപ്പലിൻ്റെ കാര്യം ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയാം. സ്പീഡ് ബോട്ട് ഇങ്ങെത്താറായി. കോവളം കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ സ്പീഡ് ബോട്ടുകളിൽ തുറമുഖം കാണാൻ വരുന്നു എന്നതിനർത്ഥം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് മാത്രമല്ല, ടൂറിസം മേഖലയിലും തുറമുഖം മറ്റൊരു ആകർഷണമായി മാറുകയാണ് എന്നതാണ്. അതായത് ടൂറിസം മേഖലയ്ക്കും മുതൽക്കൂട്ടാവുകയാണ്. ക്രൂയിസ് ടെർമിനൽ കൂടി വരുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നാലോചിക്കുക. തെക്കൻ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ചരിത്ര സ്മാരകങ്ങൾ ധാരാളമുണ്ട്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമല്ല, തമിഴ്നാട്ടിലെ പത്മനാഭപുരം പാലസ്, ശുചീന്ദ്രം, കന്യാകുമാരി തുടങ്ങിയ സ്ഥലങ്ങൾക്കെല്ലാം പുത്തൻ ഉണർവുണ്ടാകും. പക്ഷേ ഈ സാധ്യതകൾ മുതലാക്കാൻ ശ്രമിക്കണം, അതിനായി പ്രവർത്തിക്കണം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ MSC മനാസ എഫ് എന്ന കപ്പൽ പുറംകടലിൽ വെയിറ്റ് ചെയ്യുക മാത്രമല്ല, വാസ്കോഡ ഗാമ എന്നൊരു ക്രൂയിസ് ഷിപ്പ് വിഴിഞ്ഞത്തിനടുത്തുകൂടി കൊച്ചിയിൽ നിന്നും കൊളംബോയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് വിഴിഞ്ഞം പുറംകടലിൽ വാസ്കോഡ ഗാമ എന്ന ക്രൂയിസ് ഷിപ്പ് ഉണ്ട്. ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോൾ വാസ്കോഡ ഗാമ കൊളംബോ പോർട്ടിലുണ്ട്. അവിടെ നിന്നും ആ ക്രൂയിസ് ഷിപ്പിൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ ശ്രീലങ്കയിൽ തന്നെയുള്ള ട്രിങ്കോമാലിയാണ്. ഈ സാധ്യതകൾ നമ്മൾ മുതലാക്കണം. സ്നൂപ്പി എന്നാണ് ഈ സ്പീഡ് ബോട്ടിൻ്റെ പേര്. 4 പേർക്ക് സഞ്ചരിക്കാവുന്നത്. കടൽ വെള്ളത്തിന് മുകളിലൂടെ കുതിച്ചു പായുകയാണ് സ്നൂപ്പി. സ്പീഡ് ബോട്ട് അല്ലാത്ത ബോട്ടുകളും കോവളത്തിൽ ലഭ്യമാണ്. യാത്രാ സമയവും ഏതുതരം ബോട്ടാണ് എന്നതിനും അനുസരിച്ച് 1200 മുതൽ മുകളിലോട്ട് റേറ്റ് വരും. പക്ഷേ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. സ്പീഡ് ബോട്ടിലെ യാത്ര രസകരമാണെങ്കിലും മറ്റ് ബോട്ടുകളിലെ യാത്ര പോലെയല്ല. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് വേളിക്കായലിൽ സ്പീഡ് ബോട്ടിൽ യാത്ര നടത്തിയിട്ടുണ്ട്.
ധാരാളം ഗട്ടറുകൾ ഉള്ള റോഡിലൂടെ നല്ല വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ ഇരുന്നാൽ എങ്ങനെയിരിക്കും? അതായത് മറ്റ് ബോട്ടുകളിലും കപ്പലുകളിലും അതിൻ്റെ ഹള്ളിൻ്റെ നല്ലൊരു ഭാഗം വെള്ളത്തിൽ സബ്മർജ്ഡ് ആയിരിക്കും. അതുകൊണ്ട് കുലുക്കവും ചാട്ടവും ഉണ്ടാകില്ല. എന്നാൽ ഫൈബർ കൊണ്ട് നിർമ്മിച്ച സ്പീഡ് ബോട്ടുകൾ അങ്ങനെയല്ല. അതിൻ്റെ ബോഡിയുടെ ഭൂരിഭാഗവും ജലത്തിന് മുകളിലായിരിക്കും. അതുകൊണ്ട് ജലനിരപ്പിലെ ഓളങ്ങൾക്ക് മുകളിലൂടെ തെന്നിത്തെറിച്ചായിരിക്കും സ്പീഡ് ബോട്ടുകൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് കുലുക്കവും മറ്റും അനുഭവപ്പെടുന്നത്. അതായത് മറ്റ് ബോട്ടുകൾ വെള്ളത്തെ കീറിമുറിച്ച് സഞ്ചരിക്കുമ്പോൾ സ്പീഡ് ബോട്ടുകൾ വെള്ളത്തിന് മുകളിലൂടെ തെന്നിയാണ് സഞ്ചരിക്കുന്നത്. സേഫ്റ്റി ജാക്കറ്റുകൾ നിർബന്ധമായും ധരിച്ചിരിക്കണം. സേഫ്റ്റി ഫസ്റ്റ്. ആദ്യം പോയ സ്നൂപ്പി എന്ന സ്പീഡ് ബോട്ട് തുറമുഖത്തിനടുത്തു നിന്നും തിരികെ വരികയാണ്. ബോട്ട് രണ്ട് വശങ്ങളിലേക്കും ആടിയുലയുന്നത് കണ്ടോ? തെന്നിത്തെറിച്ച് പോകുന്നത് കാണാൻ നല്ല രസം. എൻ്റെ അഭിപ്രായത്തിൽ ഈ യാത്ര തുറമുഖത്തിൻ്റെ പുലിമുട്ടിന് മുന്നിലൂടെ ആഴിമല ക്ഷേത്രത്തിനടുത്ത് വരെ ആക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. അവിടുത്തെ ശിവപ്രതിമ കടലിൽ നിന്നും ഒരു കാഴ്ചയായിരിക്കും. പിന്നിൽ നിന്നുള്ള വ്യൂ ആണെങ്കിലും നല്ല കാഴ്ചയായിരിക്കും. സ്പീഡ് ബോട്ട് തിരികെ കോവളത്തേക്ക് പോവുകയാണ്. മുൻപ് കണ്ട രണ്ടാമത്തെ ബോട്ട് വിഴിഞ്ഞത്തേക്ക് വരുന്നു. വിഴിഞ്ഞത്തേക്ക് വരുമ്പോൾ തീരത്തുള്ള കാഴ്ചകൾ ലൈറ്റ് ഹൗസ്, വിഴിഞ്ഞം ജുമാ മസ്ജിദ്, ഫിഷിംഗ് ഹാർബർ, തിരമാലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിരുന്ന യൂണിറ്റ് സ്ഥിതി ചെയ്തിരുന്ന കോൺക്രീറ്റ് ബേസ്മെൻറ്റ് എന്നിവയാണ്. പിന്നെ തുറമുഖവും. തുറമുഖത്ത് കപ്പലുണ്ടെങ്കിൽ അതും കാണാം. ചില സ്പീഡ് ബോട്ടുകൾ ഫിഷിംഗ് ഹാർബറിനുള്ളിലേക്ക് പോകും. പ്രിൻസ് എന്താണ് ഈ സ്പീഡ് ബോട്ടിൻ്റെ പേര്? ചിപ്പിയും കല്ലുമേക്കായും ശേഖരിക്കാൻ കടലിൽ മുങ്ങുന്ന മത്സ്യത്തൊഴിലാളി. പാറക്കെട്ടുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കല്ലുമേക്കായ ശേഖരിക്കുവാനാണ് മുങ്ങിയത്. പുള്ളി ഉപയോഗിച്ചിരുന്ന ചാളത്തടിയാണിത്. ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വന്ന് ശ്വാസം എടുത്ത ശേഷം വീണ്ടും മുങ്ങുന്നു. കാസനോവ എന്ന പേരുള്ള മറ്റൊരു സ്പീഡ് ബോട്ട്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ മറ്റൊരു വമ്പൻ കപ്പൽ കൂടി വരുന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നുവല്ലോ. GHT മാരിനാസ് പോർട്ടിലേക്കുള്ള ക്രെയിനുകളുമായി ചൈനയിൽ നിന്നുമാണ് വരുന്നത്. ഈ കപ്പൽ മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് മറ്റൊന്നുമല്ല, 2024 ഏപ്രിൽ 9 വിഴിഞ്ഞത്ത് ക്രെയിനുകളുമായി വന്ന ഷെൻഹുവ 16 തന്നെയാണ് GHT മാരിനാസ്. ഇപ്പോൾ അതിൻ്റെ നിറം ഓറഞ്ചിൽ നിന്നും നീലയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് അത് ക്രെയിൻ നിർമ്മാതാക്കളായ ZPMCയുടെ ഉടമസ്ഥതയിലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഉടമസ്ഥരെ പറ്റി ഒരു അറിവുമില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുമല്ലോ. ഒരു പരുന്ത് മതിലിന് മുകളിൽ ഇരിക്കുന്നു. പിറകിൽ ഫിഷിംഗ് ഹാർബറിൻ്റെ ടെട്രാപോഡുകൾ കാണാം. എന്തിനെയോ കണ്ടുവച്ചിട്ടിരിക്കുകയാണ്. കാക്കകളും വട്ടം കറങ്ങുന്നുണ്ട്.
കാണാൻ എന്ത് ഗാംഭീര്യമാണ്. കൂർത്ത് വളഞ്ഞ ചുണ്ടുകൾ, പരുന്തിന്റെ സ്ഥാനത്ത് കാക്ക വന്നിരുന്നു. കല്ലുമ്മക്കായ ശേഖരിക്കാൻ മുങ്ങിയ ആൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെയാണ്. ചാളത്തടി മാത്രം കാണാം. പാറയിൽ കെട്ടിയിട്ടിരിക്കുകയായിരിക്കും. മറ്റു 2 സ്പീഡ് ബോട്ടുകൾ കൂടി വരുന്നു. നേരെ ഫിഷിംഗ് ഹാർബറിനുള്ളിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇത്രയും സ്പീഡിൽ ചെന്ന് കയറുമ്പോൾ ഫിഷിംഗ് ഹാർബറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫിഷിംഗ് ബോട്ടുകൾക്ക് തടസ്സമാകില്ലേ? വീണ്ടും മറ്റൊരു ബോട്ട് കൂടി വന്നു. പ്രിൻസ് തന്നെയാണ്. കോവളത്ത് ബോട്ടിങ്ങിന് പുറമെ പാരാസെയിലിംഗ്, അതായത് സ്പീഡിൽ പോകുന്ന ബോട്ടിന് പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാരച്യൂട്ടിൽ പറക്കുക, സ്നോർക്കലിംഗ്, അതായത് കടലിൽ മുങ്ങി അടിത്തട്ടിലുള്ള പവിഴപ്പുറ്റുകളും മറ്റു കാഴ്ചകളും കാണുക, വിൻഡ് സർഫിംഗ്, പായ്വഞ്ചിയിൽ കാറ്റിനനുസരിച്ച് സഞ്ചരിക്കുന്നത്, ജെറ്റ് സ്കീയിങ്, പിന്നെ കായലിലൂടെയുള്ള യാത്ര എന്നിവയ്ക്കുള്ള സൗകര്യങ്ങൾ ഉണ്ട്. മറ്റ് 2 ബോട്ടുകൾ കൂടി എത്തി. അവരും ഫിഷിംഗ് ഹാർബറിനുള്ളിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന കോൺക്രീറ്റ് ബേസ്മെന്റിലാണ് ഇന്ത്യയിലേതെന്നല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നത്. കാലപ്പഴക്കവും കൊറോഷനും കാരണം പിന്നീട് അത് പൊളിച്ചു മാറ്റി ബേസ്മെന്റ് മാത്രം ബാക്കിയായി. ഒരു ബാച്ചിൽ ഉള്ളവരാണെന്ന് തോന്നുന്നു. സ്നൂപ്പിയും സീ ലയനും. പ്രിൻസ് ഇടയിലൂടെ കടന്നുപോയി. പ്രിൻസ് തിരികെ പോകുന്നു. മറ്റു 2 ബോട്ടുകളും ഇപ്പോഴും അവിടെയുണ്ട്. സ്നൂപ്പിയും സീ ലയനും തിരികെ പോകുന്നു. ബോട്ടുകൾ ചാടിച്ചാടി പോകുന്നത് കാണാൻ നല്ല രസം. ഇവർക്കൊക്കെ മുന്നേ ഫിഷിംഗ് ഹാർബറിലേക്ക് പോയ ബോട്ടുകൾ തിരികെ വരുന്നതേയുള്ളൂ.
2 വിദേശ ടൂറിസ്റ്റുകളുമായി ബോട്ട് ഫിഷിംഗ് ഹാർബറിനുള്ളിലേക്ക് പോകുന്നു. കാസനോവ എന്ന ബോട്ട് വീണ്ടും ടൂറിസ്റ്റുകളുമായി വന്നു. പിന്നിൽ നിന്നും വെള്ളം 2 വശങ്ങളിലേക്കും തെറിക്കുന്നത് കണ്ടോ? വിദേശികളുമായി ഫിഷിംഗ് ഹാർബറിനുള്ളിലേക്ക് പോയ ബോട്ട് തിരികെ വരുന്നു. അൽ അമീൻ എന്നാണ് ഈ ബോട്ടിന്റെ പേര്. കാസനോവയിലെ ടൂറിസ്റ്റുകളെ കാഴ്ചകൾ കാണിക്കാൻ ബോട്ട് വട്ടം ചുറ്റുകയാണ്. കല്ലുമ്മേക്കായയുടെ ആള് ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. ചാളത്തടിയെ ഒരിടത്തും കെട്ടിയിരിക്കുന്നത് കാണാനില്ല. ആ കുട്ടകളിൽ കല്ലുമ്മേക്കായ ഉണ്ടെന്നാണ് തോന്നുന്നത്. വീണ്ടും മുങ്ങി. കാസനോവ തിരികെ വരുന്നു. അർജുൻ എന്ന മറ്റൊരു സ്പീഡ് ബോട്ട്. ആ യാത്രക്കാരൻ കൈ വെള്ളത്തിലിട്ടിരിക്കുന്നത് കണ്ടോ? ശക്തമായി വെള്ളം കയ്യിൽ വന്നടിക്കുന്നത് ഒരു രസമാണ്. നേരെ അതിവേഗം ഫിഷിംഗ് ഹാർബറിനുള്ളിലേക്ക്. അതിവേഗം സ്പീഡ് ബോട്ടിൽ വന്ന് തിരിയുന്നത് ഒരു പ്രത്യേക രസമാണ്. അർജുൻ തിരികെ വരുന്നു. ബോട്ടിൻ്റെ വേഗതയ്ക്കനുസരിച്ച് ക്യാമറ തിരിക്കുന്നത് നല്ല പണിയാണ്. നല്ല മെയ്വഴക്കം വേണം.
അടുത്ത ബോട്ട്. എന്തായാലും ഇതുവരെ കണ്ട എല്ലാ പേരും, അത് യാത്രക്കാരായാലും ബോട്ട് നിയന്ത്രിക്കുന്നവരായാലും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരിക്കുന്നു. നല്ല കാര്യം. പുലിമുട്ടിൽ ധാരാളം തുറമുഖ ജീവനക്കാരെ കാണാം. MV സീ ബ്ലൂ എന്നാണ് ബോട്ടിന്റെ പേര്. ബോട്ട് പെട്ടെന്ന് നിന്നത് കണ്ടോ? സോഫിയ എന്നൊരു ബോട്ട്. സോഫിയ തിരികെ പോകുന്നു. കല്ലുമേക്കായ വാരാൻ മുങ്ങിയ ആൾ തിരികെ ചാളത്തടിയിലേക്ക് കയറി. ശേഖരിച്ച കല്ലുമേക്കായകൾ ഇനി ബാസ്ക്കറ്റിലേക്ക് മാറ്റും. വയറിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന സഞ്ചിയിലാണ് കല്ലുമേക്കായകൾ ശേഖരിച്ചിരിക്കുന്നത്. ആവശ്യമില്ലാത്തവ വെള്ളത്തിലേക്ക് എറിയുന്നുമുണ്ട്. ക്ലീൻ ചെയ്തതാണെന്ന് തോന്നുന്നു ബാസ്ക്കറ്റിലേക്ക് ഇടുന്നത്. പാറയിൽ നിന്നും കല്ലുമേക്കായ അടർത്തിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന വെട്ടുകത്തി പോലുള്ള ആയുധമാണ് കയ്യിൽ. അതുപയോഗിച്ച് പായലും പാറയുടെ അവശിഷ്ടവും പറ്റിപ്പിടിച്ചിരിക്കുന്നത് അടർത്തി മാറ്റുന്നു. കല്ലുമേക്കായയ്ക്ക് വില കൂടുതലായതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് ശേഖരിക്കുന്നതിന് പിറകിലുള്ള മനുഷ്യോത്ഥാനം എത്ര കൂടുതലാണോ അതിനനുസരിച്ചാണല്ലോ വില. ആ വള്ളത്തിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ തന്നെ നല്ല ബാലൻസ് വേണം. പ്രിൻസ് തിരികെ കോവളത്തേക്ക് മടങ്ങുന്നു. അപ്പോൾ ഈ മനോഹരമായ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം.
വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരേക്കും ഗുഡ് ബൈ.